നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞാണി പുത്തൻകുളത്തിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. വിവിധ സംഘടനകൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. വിശദമായ വാർത്തകളിലേക്ക്. കാഞ്ഞാണി ഏനാമാവ് റോഡിൽ KSEB 110 kV സബ്സ്റ്റേഷന് മുൻപിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ വാടാനപ്പള്ളി സ്വദേശി കൊടുവത്ത് പറമ്പിൽ സുഗുണന്റെ മകൻ 17 വയസ്സുള്ള പ്രണവ്, കരുവന്തല സ്വദേശി ചുക്കാശ്ശേരി 19 വയസ്സുള്ള അഭിമന്യു എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 2 പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 10:30ഓടെയാണ് അപകടമുണ്ടായത്. റോഡിലേക്ക് തിരിഞ്ഞ പിക്കപ്പിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പിക്കപ്പ് വാഹനയാത്രക്കാരനും ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന മറ്റൊരു യുവാവിനും പരിക്കേറ്റിട്ടുണ്ട്. ആക്ട്സ് പ്രവർത്തകരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ ഒപ്പം പദ്ധതി പ്രകാരം തണൽക്കൂട്ടം പ്രവാസി സൗഹൃദ കൂട്ടായ്മ നാട്ടികയുടെയും മണപ്പുറം ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ വാർഡ് 9, 12 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ മെമ്പർ അജ്മൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഗീത രാമദാസ്, അക്ഷയ് സുനിൽ, സാമൂഹിക പ്രവർത്തകരായ MM ഇക്ബാൽ, സുധീർ പട്ടാലി, KS സജിൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നൌഷാദ് തളിയപ്പാടത്ത്, ആകാശ് പ്രമോദ്, ആദിൽ ഹഖ്, അഫീഫ് മുഹമ്മദ്, റോഡക്സ് KI എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷനിലെ തിരഞ്ഞെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും വരും ദിവസങ്ങളിലും പഠനോപകരണ വിതരണം ഒപ്പം പദ്ധതി പ്രകാരം നടത്തുമെന്ന് ഡിവിഷൻ മെമ്പർ അജ്മൽ ഷെരീഫ് അറിയിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഈ നോട്ട് ബുക്ക് വിതരണം അത് നിങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്, നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ അതിന് നന്നായി പഠിക്കുക. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ ഒക്കെ മൂല്യം എത്രയാണെന്ന് ഉദാഹരണ സഹിതം സജി മാഷ് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അറിവും വിദ്യാഭ്യാസവും ഒക്കെ. അപ്പം അതിനുവേണ്ടി നിങ്ങൾ നന്നായി പഠിക്കുക. പുതിയ അധ്യയന വർഷം നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന വർഷമാവട്ടെ. അതുപോലെ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്ത അജ്മല് മാതൃകാപരമായ ഒരു പരിപാടിയാണ്. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മ ദിനം ആചരിച്ചു. വികാരി ഫാദർ റാഫേൽ മുത്തിപ്പീടിക പതാക ഉയർത്തി. കുടുംബ കൂട്ടായ്മ കൺവീനർ ഷാജു ഡേവിസ്, സെക്രട്ടറി ആന്റണി ഐനിക്കൽ, ജോബി ചിറമ്മൽ, സിജോ കുരുതുകുളങ്ങര, വിൻസെന്റ് ചാലക്കൽ, ഷിബു ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു. BJP ചെമ്മാപ്പള്ളി വടക്കുമുറി മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പഠനക്കിറ്റ് വിതരണവും അനുമോദന സദസ്സും NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 100-ൽ പരം കുട്ടികൾക്ക് ബാഗ്, കുട, പുസ്തകങ്ങൾ തുടങ്ങിയവ അടങ്ങിയ പഠനക്കിറ്റാണ് വിതരണം ചെയ്തത്. +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും മുഴുവൻ മാർക്ക് വാങ്ങിയ KR ആര്യയെ ചടങ്ങിൽ ആദരിച്ചു. BJP താന്യം ഏരിയ പ്രസിഡന്റ് ജയ്ശങ്കർ അധ്യക്ഷത വഹിച്ചു. TK രാജേന്ദ്രൻ, മുരളി കല്ലാറ്റ്, BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണ പ്രസാദ്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്ത് പറമ്പിൽ, ജില്ലാ സെക്രട്ടറി EP ജാൻസി, TG രതീഷ്, ജോഷി ബ്ലാങ്ങാട്, NS ഉണ്ണിമോൻ, നിഷ പ്രവീൺ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടല്ലോ, നല്ല സംഭവം. ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, SLC കഴിഞ്ഞാൽ ആളുകൾ പേപ്പർ കൊടുക്കാനൊക്കെ പോകും. പാവപ്പെട്ട ആളുകൾ രാവിലെ പേപ്പർ കൊടുത്ത് ഡിഗ്രിക്ക് പഠിക്കാൻ പോകും, അല്ലെങ്കിൽ +1 പഠിക്കാൻ പോകും. അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രി പഠിക്കാൻ പോകും. ആ സംവിധാനങ്ങളൊക്കെ നാട്ടിൽ നിലവിലുണ്ടായി. അപ്പോൾ ഇന്ന് ഒരുപാട് നമ്മുടെ ശാസ്ത്രം വളർന്നു, സാങ്കേതികവിദ്യ വളർന്നു, നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും അവരുടെ അഭിരുചിക്കനുസരിച്ച് എല്ലാവരും മക്കളെ ഡോക്ടർമാർ, എഞ്ചിനീയർമാരാക്കുന്നതിന് പകരം അവരുടെ താല്പര്യങ്ങളനുസരിച്ച് നമ്മുടെ മക്കളുടെ താല്പര്യം, അവരുടെ കഴിവ്, അവരുടെ ചിന്ത, വീട്ടിലെ അവരുടെ പെരുമാറ്റം, അതിനനുസൃതമായ രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. നല്ല സാഹചര്യങ്ങളുണ്ട്,
രാജ്യം വളരെ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. തീർച്ചയായും അതിനോടൊപ്പം നീങ്ങാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ല ഭാവിയും നല്ല സുന്ദരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും പ്രത്യേകം വ്യക്തിപരമായി അനുമോദിച്ചുകൊണ്ട് ഈ പരിപാടി. പെരിങ്ങോട്ടുകര പുഴയ്ക്കലാത്ത ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിശേഷാൽ പൂജകൾ, അഭിഷേകം, സമൂഹാർച്ചന, ഉച്ചപൂജ എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, ദേവിമാർക്ക് പൂമൂടൽ എന്നീ ചടങ്ങുകൾക്ക് ശേഷം താലപ്പൊലി മഹോത്സവത്തിന് സമാപനം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി അനീഷ് ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സുകുമാരൻ PK, സെക്രട്ടറി രജീഷ് PS, ട്രഷറർ സുഷിൻ PM എന്നിവർ നേതൃത്വം നൽകി. വിമർശരൂപിണി വിദ്യാ വേദാദൽജകൾ പ്രസോ സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യ ചിന്തിരൂപാ കലികന്മഷനാശിനി കാത്യായിനി കാലഭന്ദ്രേ കമലാക്ഷനിഷേവിത താംബൂലപൂരിതമുഹീതാടീമി കുസുമപ്രഭാ മൃഗാക്ഷി മോഹിനി മുഖ്യമൃടാനി മിത്രരൂപിണി നിത്യതൃപ്താവർത്തമേന്ദ്രേ നിഖിലേശ്വരേ മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷണീ പരാശക്തി പരാമൃഷ്ട പ്രജ്ഞാനഘനരൂപിണി മാധ്യേ പാണാല സമർത്ഥ മാതൃകാവർണരൂപിണി. വീനസ് ക്ലബ് പാലാഴിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ക്ലബ് കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണ വിതരണവും നടത്തി. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി ബിഹിത ഷിബു, പ്രസിഡന്റ് രമ്യ സലേഷ്, ജോയിന്റ് സെക്രട്ടറി ശ്രീലക്ഷ്മി സന്ദീപ്, വൈസ് പ്രസിഡന്റ് നീതു സജിൽ, ട്രഷറർ സരിത പ്രവീൺ, രക്ഷാധികാരി ശോഭന ശാർക്കര എന്നിവർ സംസാരിച്ചു. ഇടവേള. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ അടുത്തുള്ള കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745 782120 0487 240 2020.
Manapuram Geeta Ravi Public School. The joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. എടതിരിഞ്ഞിയിൽ കോഴിക്കൂട്ടിൽ കയറിക്കൂടിയ മലമ്പാമ്പിനെ പിടികൂടി. എടതിരിഞ്ഞി കോലിപ്പറമ്പിൽ സുധീർ കുമാറിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് മലമ്പാമ്പിനെ കണ്ടത്. പടിയൂർ പഞ്ചായത്ത് അംഗം TS സുദേവൻ അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തി പാമ്പിനെ പിടികൂടി. മലമ്പാമ്പിന് 8 അടിയോളം നീളമുണ്ട്. മലമ്പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. മസ്ജിദ് മുബാറക് മഹല്ല് കമ്മിറ്റിയുടെയും ജമാഅത്തെ ഇസ്ലാമി കാളമുറി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള ചെയർമാൻ PI നൌഷാദ് മുഖ്യാതിഥിയായി. ജമാഅത്തെ ഇസ്ലാമി മദലകം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി കാളമുറി യൂണിറ്റ് പ്രസിഡന്റ് ജമാൽ മുഹമ്മദ്, DCC സെക്രട്ടറി KF ഡൊമിനിക്, നടനും നാടക പ്രവർത്തകനുമായ മനോമോഹനൻ, മാധ്യമപ്രവർത്തകൻ ഹരി പെരിഞ്ഞനം, PV ഇബ്രാഹിം, VR ഉല്ലാസ്, തോണിപ്പറമ്പിൽ പ്രഭാകരൻ, സുദീപ്, സുരേന്ദ്രൻ, അബ്ദുൽ കരീം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മഹല്ല് പ്രസിഡന്റ് അഷ്റഫ് പള്ളിപ്പറമ്പിൽ, ജമാൽ കാളമുറി, PV ഇബ്രാഹിം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആ കുട്ടിയുടെ ഒരു പരിസരത്ത് നിന്ന് ലഭിച്ച ഒരു ചെറിയ വിവരം അവൾ അമ്മയോട് തുറന്നു പറയാം. ഇത്രയും അതായത് വളരെ നിഷ്കളങ്കമായ ഒരു 14-കാരിയിൽ പോലും ചിലപ്പോൾ കളങ്കങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ പലപ്പോഴും ദുർബലമാണ്. അപ്പോൾ ഈ അനുഭവങ്ങൾ പങ്കുവെക്കുക, പുതിയ തലമുറകളിലേക്ക് കൈമാറുക. പെരുന്നാളും ഓണവും വിഷുവും ഒക്കെ സൗഹൃദപരമായാണ് ജീവിക്കുന്നത്, ചെലവഴിക്കുന്നത് എന്ന് പറയുക. പലപ്പോഴും വിദ്വേഷത്തിൻ്റെ ഒരു പ്രസ്താവനകൾ അല്ലെങ്കിൽ വാട്സപ്പുകൾ, റീലുകളൊക്കെ കാണുമ്പോൾ. വാടാനപ്പള്ളി പട്ടലങ്ങാടി റെഡ്ഫോർഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 48ാം വാർഷികാഘോഷം വർണ്ണാഭമായി. പട്ടലങ്ങാടി SM ഹാളിൽ നടത്തിയ ചടങ്ങ് ക്ലബ്ബ് പ്രസിഡന്റ് VA ഷാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി സുധീർ മൂസ അധ്യക്ഷത വഹിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ക്ലബ്ബ് ട്രഷറർ മുഹമ്മദ് അമൻ ഷാ, രക്ഷാധികാരികളായ RA മുഹമ്മദ്, PM അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഗാനമേളയും ഉണ്ടായിരുന്നു. AM ഷറഫുദ്ദീൻ, ആദിൽ ഷൗക്കത്ത്, RA റഫീഖ്, സഹൽ നൌഷാദ്, PS ഷിനാസ്, PB അൽതാഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നല്ല രീതിയിലേക്ക് നമ്മുടെ ക്ലബിനെ കൊണ്ടുവരാൻ കഴിഞ്ഞത് പിന്നീട് ഞങ്ങളതിൻ്റെ ഭാരവാഹിത്വത്തേക്ക് വരുന്നതോടുകൂടി 25ാം വാർഷിക ആഘോഷത്തോടുകൂടി വിവിധ പദ്ധതികൾ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ട്. അതാണ് സുധീർ പറഞ്ഞ ചാരിറ്റി പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ, വാടാനപ്പള്ളിയിൽ തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മളെ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. 10 കുടുംബങ്ങൾക്ക് കൃത്യമായി നമ്മൾ എല്ലാ മാസവും പെൻഷൻ എന്ന രീതിയിലൊരു ചെറിയ സംഖ്യ, ചെറുതാണെങ്കിലും ഒരു സംഖ്യ ആളുകളെ സെലക്ട് ചെയ്ത് കൃത്യമായി നമ്മൾ എത്തിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ അതിൽ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാമ്പത്തിക പ്രതിസന്ധി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വിവാഹ ധനസഹായം എനിക്ക് തോന്നി പല ആളുകളും ചിലപ്പോൾ Oh
മണലൂർ ചെറുപുഷ്പം അംഗനവാടിയിൽ പ്രവേശനോത്സവവും റിട്ടയർമെന്റ് ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ICDS ഓഫീസർ ഷീജ, സൂപ്പർവൈസർ കവിത എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. വിരമിച്ച അംഗനവാടി ജീവനക്കാരായ കൊച്ചുമേരി ടീച്ചർ, ഓമന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാവ്യ പ്രശോഭ്, ശങ്കരനാരായണൻ, ജോഷി, ഷേർലി, തങ്കമണി എന്നിവർ സംസാരിച്ചു. മുന്നോട്ട് വന്നെങ്കിലാണ് നമ്മുടെ അംഗനവാടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പഞ്ചായത്ത് ഫണ്ട് മാത്രമല്ല, ജനങ്ങളുടെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ അംഗനവാടി. ഈ അംഗനവാടി മോടി പിടിച്ചു പോകേണ്ടത് ഇവിടെയുള്ള ഓരോരുത്തരെ വ്യക്തികളുടെയും കടമ കൂടിയാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർമ്മയിരിക്കുക. കാരണം നിങ്ങളുടെ കുഞ്ഞു മക്കളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ടീച്ചർമാരെ ഏൽപ്പിച്ചാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അടയ്ക്ക് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് എന്താണ് ഇവിടെ വല്ല കുറവാ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതല്ലേ. അപ്പൊ അതൊക്കെ നിങ്ങൾ ചോദിച്ചറിഞ്ഞ് പോകണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചിലപ്പോ ഇവിടെ വന്ന് ചിലപ്പോ തല്ലൂടും, വീഴും, പൊട്ടും. അപ്പൊ അത് കണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരരുത്. കുഞ്ഞുമക്കളല്ലേ, ചിലരൊന്ന് പിച്ചൊന്നും വരും, നുള്ളിന്നും വരും. ടീച്ചർമാരെപ്പോഴും ജാഗ്രതയിൽ ഇരിക്കുന്നുണ്ട് രണ്ടാളും. ഒരാൾക്ക് ചിലപ്പോൾ മീറ്റിംഗ് ആകുമ്പോൾ ഒരാളുണ്ടാവുള്ളൂ. ആൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും വികൃതി കാണിക്കും. അതൊക്കെ നിങ്ങൾ കണ്ടില്ല എന്ന് വെക്കുക. BJP മണലൂർ 14 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർഡിലെ അർഹരായ 110 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. വാർഡ് പ്രസിഡന്റ് രബീഷ് അധ്യക്ഷത വഹിച്ചു. സന്ദീപ്, അനുരാഗ്, ബാബു, പാർത്ഥൻ, ജയപാലൻ, ഗോപി, കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. നിർധരരായിട്ടുള്ള ആൾക്കാർക്ക് ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചികിത്സാ സഹായമായും മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് ഒരുപാട് വീടുകളിൽ നമുക്ക് സഹായങ്ങൾ എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂൾ തുറക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി വീടുകളിൽ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. അതറിഞ്ഞുകൊണ്ട് BJP 14 വാർഡ് കമ്മിറ്റി എല്ലാ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങ് ഇന്ന് തുടങ്ങുകയാണ്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ വാട്ടർ കിയോസ്ക് 2-ാം വാർഡ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തൃത്തല്ലൂർ വെസ്റ്റ് കുഞ്ഞാതു മെമ്മോറിയൽ റോഡിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്ക് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുജിത്, ജാബിർ തൃത്തല്ലൂർ, പ്രതാപൻ പാലത്ത് എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും 4.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കിയോസ്ക് സ്ഥാപിച്ചത്. കിയോസ്ക് വെക്കാനുള്ള ഒരു പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സെക്രട്ടറിയോട് ചോദിക്കുക, എൻ്റെ വാർഡിൽ കുഞ്ഞാത് റോഡിൻ്റെ ഭാഗത്തായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവർക്ക് ശുദ്ധവെള്ളം കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. പൈപ്പിൽ വെള്ളം വരലൊക്കെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇത് തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സെക്രട്ടറിയുടെ ഒരു മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്കത് തന്നു. ആ മെമ്പറോട് ചോദിച്ചിട്ട് തന്നു. അപ്പോൾ തന്നാൽ മാത്രം പോരല്ലോ, നമുക്ക് സ്ഥലം വേണ്ടേ. അപ്പോൾ ആ സ്ഥലം ജാബിറുമ്മനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, മാഷുമായി ആലോചിച്ചുകൊണ്ട് നമുക്ക് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കിയോസ്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും 2-ാം വാർഡിലെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ശുദ്ധമായൊരു വെള്ളം തരാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷം തോന്നുന്നു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CPI മണലൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കാഞ്ഞാണിയിൽ നടത്തിയ സമരം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി സാജൻ മടവങ്ങാട്ടിൽ, VG രാധാകൃഷ്ണൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MR മോഹനൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KK സെൻ, PK മോഹനൻ, മിനി ഉണ്ണികൃഷ്ണൻ, രാജേഷ് തെക്കേപുരയ്ക്കൽ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബ സന്തോഷ്, സുഖില മോഹൻ എന്നിവർ നേതൃത്വം നൽകി. തുടർച്ചയായി 12-ാം തവണയും SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വാടാനപ്പള്ളി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അനുമോദനം അറിയിച്ചു. മുസ്ലിം ലീഗ് വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PA സിദ്ദിഖുൽ അക്ബർ, ജനറൽ സെക്രട്ടറി ഹർഷാദ് അമ്പലത്ത്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു പണിക്കവീടിൽ, രജനി കൃഷ്ണാനന്ദൻ,
AK ഷംസുദ്ദീൻ, AS മനാഫ്, AC അബ്ദുറഹ്മാൻ, KS ഹുസൈൻ, KM മുജീബ്, ഷാജഹാൻ, അനീഷ്, KN നാസിയ, സീനത്ത് ഇസാഖ്, ഷാനിബ, PTA പ്രസിഡന്റ് RA ഷരീഫ്, പ്രിൻസിപ്പൽ PM കണ്ണൻ, വൈസ് പ്രിൻസിപ്പൽ VM ഹനീഫ, മദർ PTA അംഗങ്ങൾ, ടീച്ചേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. വീണ്ടും ഇടവേള. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വീണ്ടും വാർത്തകളിലേക്ക്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ വാടാനപ്പള്ളി ഓട്ടോ സ്ക്വാഡ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. വാടാനപ്പള്ളി സെന്ററിൽ നടത്തിയ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. TK പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. KN നൌഫൽ, ജസീബ് എന്നിവർ സംസാരിച്ചു. എല്ലാവർക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിപ്പിടിക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതെന്ന് പറയുന്നത് തന്നെ, നമ്മൾ നമ്മുടെ സഹജീവികളോട് കരുതൽ കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മഹത്തായ കാര്യമാണ്. ഇതിപ്പോൾ 1.5 വർഷത്തോളമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവരോട് പറഞ്ഞതുപോലെ അടുത്ത വർഷം കൂടുതൽ വിപുലമായി ഈ പരിപാടി നടത്തുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളുടെ കൂട്ടായ്മ കാണുമ്പോൾ തന്നെ അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇനിയും നമ്മുടെ നാടിന് വേണ്ടി നന്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. തൃപ്രയാർ ഒരുമ കുടുംബ കൂട്ടായ്മ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ചികിത്സാ സഹായവും വിതരണം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ നിഷ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃപ്രയാർ മേൽ തൃക്കോവിൽ ശിവക്ഷേത്രം അന്നദാന മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ഒരുമ പ്രസിഡന്റ് ശ്രുതി ഷിബു അധ്യക്ഷത വഹിച്ചു. ഒരുമ സെക്രട്ടറി സരിക സത്യൻ, ഒരുമ ജോയിന്റ് സെക്രട്ടറി CK ഔസേബ്, ഒരുമ മുഖ്യ കാര്യദർശി AV ബാബു, മുൻ ട്രഷറർ സൗമ്യ രൂപേഷ് എന്നിവർ സംസാരിച്ചു. പഠിക്കാനുള്ള പുസ്തകം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഓരോ ക്ലാസ് അടിസ്ഥാനത്തിലും എത്ര പിള്ളേർക്ക് എത്ര നോട്ട് ബുക്ക് വേണമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അത് തരുന്നത്. എന്തായാലും അത് തരാൻ മനസ്സ് കാണിക്കുന്ന ഒരുമ കൂട്ടായ്മ സ്നേഹപൂർവ്വം നമസ്കരിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാം നന്നായി പഠിക്കുക, നല്ല കുട്ടികളായി വളരുക, നല്ല സ്വഭാവം പഠിക്കുക. പഠിക്കുന്നതിന് ഉപരി എനിക്ക് പറയാനുള്ളത് നല്ല സ്വഭാവത്തിൽ വളരുക. ഇന്നത്തെ ജീവിതത്തിൽ ആണായാലും പെണ്ണായാലും വഴി തെറ്റിപ്പോകുന്നറിയാലോ നമുക്ക്. അതൊന്നും കൂട്ടം തെറ്റി പോവാതെ നല്ല മക്കളായി വളരുക, നന്നായി പഠിക്കുക,
എന്തായാലും ഈ ഒരുമ കൂട്ടായ്മ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് വളരെയധികം സന്തോഷം. ഇനി എന്നെങ്കിലും മുന്നോട്ട് വരട്ടെ, ഇനിയും മുന്നോട്ട് വരട്ടെ. ചെസ് കമ്പിൾ ഇന്റർനാഷണൽ മിത്രമേള നാട്ടിക എഡിഷൻ നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്നു. പ്രഭാഷകരായ വിവിധ സമുദായ നേതാക്കന്മാർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കർമ്മയോഗി ഇന്ദു ഷാജി ആലപിച്ച സങ്കീർത്തനത്തോടെയാണ് മിത്രമേള സമ്മേളനം ആരംഭിച്ചത്. KR ബൈജു മാസ്റ്റർ, പണ്ഡിറ്റ് കറുപ്പൻ സാംസ്കാരിക വേദി താലൂക്ക് പ്രസിഡന്റ് രാജൻ CR, SNDP നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് PB സുദീപ് മാസ്റ്റർ, ഭീം മിഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം AK സന്തോഷ്, പെരിങ്ങോട്ടുകര NSS കരയോഗം സെക്രട്ടറി UP കൃഷ്ണനുണ്ണി, ജനറൽ അഡ്വൈസർ പ്രിയ ജിൻസ്, സ്വാമി ദൈവമിത്രം സുഹാസ് CK, കർമ്മയോഗി ഷാജി, മോട്ടിവേഷൻ സ്പീക്കറും അധ്യാപകനുമായ രാജേഷ് കൊടുങ്ങല്ലൂർ എന്നിവർ സംസാരിച്ചു. ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയിൽ സമീപത്തെ പൊതുവിദ്യാലയങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. ആതുര സേവന രംഗത്ത് ദീർഘകാലമായി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർ KB അശോക് കുമാറിനെ മിത്രമേള യോഗം മൊമെന്റോ നൽകി ആദരിച്ചു. ലത രാജഗോപാൽ, സജീവ് PV, ലോയ് എന്നിവർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചെസ് കമ്പിൾ എന്ന് പറയുന്നത് നിർമ്മിക്കുന്നത് ഈ സംഘടനയല്ല എന്ന് ഇവിടെ ഇപ്പം നമ്മുടെ കർമ്മയോഗി പ്രിയയിൽ നിന്ന് നിങ്ങൾ കേട്ടു അല്ലേ. ചെസ് കമ്പിൾ സാക്ഷാത്കരിക്കാനുള്ളത് നമ്മളുടെ എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്. മാനവരാശിക്ക് ഒന്നടങ്കം ഗുണം ചെയ്യുന്ന ഒരു കാലം അവതരിപ്പിക്കുന്ന ഒരു സംഗതിയാണത്. തിരുമംഗലം UP സ്കൂൾ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന നന്മ ലേണിംഗ് സെന്റർ 13ാം ബാച്ച് വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സ്കൂൾ നന്മ ഹാളിൽ മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D. ദാസ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് അധ്യാപകൻ നന്മ പ്രസിഡന്റ് കൂടിയായ P. രമേശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്രിഗേഡിയൻ NA സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. രക്ഷാധികാരി മേജർ MGC നായർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഹാളിന് കേണൽ EV കൃഷ്ണൻ സ്മാരക നന്മ ഹാൾ എന്ന് നാമകരണം ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള നാമഫലകത്തിന്റെ അനാച്ഛാദന കർമ്മവും മേജർ MGC നായർ നിർവഹിച്ചു. സെക്രട്ടറി PK ജയരാജൻ, പൂർവ്വ വിദ്യാർത്ഥി അനുമിത, നന്മ ട്രഷറർ പ്രതാപൻ കളത്തിൽ, തിരുമംഗലം UP സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ടീച്ചർ KS ജയസുമ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. 11ാം ബാച്ച് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും 13ാം ബാച്ച് വിദ്യാർത്ഥികൾക്ക് ID കാർഡ് ജേണൽ വിതരണവും നടത്തി. പ്രസിഡന്റായിരുന്ന KR നാരായണൻ കോട്ടയത്തിൽ ഉഴവൂർ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ 2 മുറിയുള്ള ഒരു ഓല ഷെഡിൽ ജീവിച്ചു വളർന്നു. കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് സ്കൂളിലെത്തും. ക്ലാസ്സിന്റെ ഉള്ളിൽ ഇരുന്നതിലധികം ക്ലാസ്സിന്റെ പുറത്ത് നിന്നേക്കണേ. കാരണം എന്താ അറിയൂ, ഫീസ് കൊടുക്കാൻ കാശില്ല. ഫീസ് കൊടുത്തില്ലെങ്കിൽ ക്ലാസ്സിന്റെ പുറത്ത് നിൽക്കും. പുറത്ത് നിന്നാണ് അദ്ദേഹം പഠിച്ചേക്കുന്നത്. പക്ഷെ അദ്ദേഹം അന്ന് തീരുമാനിച്ചു, എന്റെ ദാരിദ്ര്യം എന്റെ ജീവിതത്തെ തീരുമാനിക്കില്ല, എന്റെ ഭാവിയെ തീരുമാനിക്കില്ല, ഞാൻ എന്റെ ഭാവിയെ തീരുമാനിക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 11, 13 വാർഡുകളിലെ മെമ്പർ കെയറിന്റെ ആഭിമുഖ്യത്തിൽ CBSE SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിജയ ആദരവും സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. എടമുട്ടം ലയൺസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ DYSP പ്രമോദ് P. ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 13ാം വാർഡ് മെമ്പറുമായ സുമേഷ് പാനാട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേലി ഷാജി ആശംസകൾ നേർന്ന് സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എടമുട്ടം ഡിവിഷൻ പ്രതിനിധിയുമായ അജ്മൽ ഷെരീഫ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ശോഭ സുബിൻ, 11ാം വാർഡ് മെമ്പർ ഉഷ ബാബു, 7ാം വാർഡ് മെമ്പർ അനിൽ കരുവത്തിൽ, 8ാം വാർഡ് മെമ്പർ തുളസി സന്തോഷ്, കരയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, രമേശ് പള്ളത്ത്, അഭിലാഷ് തേവർക്കാട്ടിൽ, ഷാജു കാരയിൽ തെക്കോട്ട്, സലീം ചാമക്കാല, യതീന്ദ്രൻ എടശ്ശേരി, 1ാം വാർഡ് മെമ്പർ ഉഷ ബാബു, UR രാഗേഷ് എന്നിവർ സംസാരിച്ചു. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നാടിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു 100 വർഷത്തെ ശിക്ഷണം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞു. കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ സാറുകളെ പറഞ്ഞു കഴിഞ്ഞു.
എല്ലാവർക്കും ഇനിയും കണ്ടുപിടിക്കാനുള്ള അവസരമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തൊരു ഭിന്നശേഷി കമ്മീഷണർ ഉണ്ട്, നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം പഴയ ജഡ്ജിയാണ് പഞ്ചാബ് കേസിൽ. അദ്ദേഹം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഭിന്നശേഷിക്കാർക്കുള്ളത്. ഞാൻ 2010 കോഴിക്കോട് ടൗണിൽ SI ആയിട്ട് പോകുന്നത്. അപ്പോൾ ആ വർഷം അവിടെ ഫുട്പാത്തിൽ നാട്ടിക പഞ്ചായത്തിലെ 12ാം വാർഡിലെ അംഗനവാടി പ്രവേശനോത്സവം വിദ്യാർത്ഥികൾക്ക് ബാഗും കുടയും നൽകി വാർഡ് മെമ്പർ സിന്ധു സിദ്ധപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ സംഗീത അധ്യക്ഷത വഹിച്ചു. അംഗൻവാടിയിലേക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു സിദ്ധപ്രസാദ് ഫാൻ സംഭാവന ചെയ്തു. അധ്യാപകരായ ബിന്ധ്യ ടീച്ചർ, സിന്ധു ടീച്ചർ എന്നിവർ ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികൾക്ക് ബാഗ്, കുട, കളിപ്പാട്ടങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവ സമ്മാനമായി നൽകി. ചടങ്ങിന് ഐഷാബി അബ്ദുൽ ജബ്ബാർ, ജിനോയ്, സിദ്ധപ്രസാദ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. കഴിമ്പ്രം കുറുപ്പത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷം നടന്നു. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, മഹാസുദർശന ഹോമം, നവകം, പഞ്ചഗവ്യം, പൂമൂടൽ, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട്, അനുപ്രകാശ് നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് സനദൻ മാധവൻ, സെക്രട്ടറി സുധീഷ് ബാലൻ, ട്രഷറർ സുന്ദരൻ ദാമോദരൻ, ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ ദിവാകരൻ, സുന്ദരൻ കൃഷ്ണൻ, സഹദേവൻ, സുനിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. തൃശൂർ അതിരൂപതയിൽ മെയ് 31 കുടുംബ കൂട്ടായ്മ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പഴലൂർ സെന്റ് ഇഗ്നീഷ്യസ് പള്ളിയിലും കുടുംബ കൂട്ടായ്മ ദിനം വിപുലമായ രീതിയിൽ ആചരിച്ചു. രാവിലെ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോൺ അയ്യങ്കാലയിൽ പതാക ഉയർത്തി. തുടർന്ന് കുടുംബ കൂട്ടായ്മ ഗാനം ആലപിക്കുകയും വിശ്വാസികൾക്ക് മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു. കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളായ സണ്ണി കുണ്ടുകുളം, ഡേവിസ് കുണ്ടുകുളം, ജോഫി ചുങ്കത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അടഞ്ഞുകിടന്നിരുന്ന് കള്ളുഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനമായി. തൃശൂർ ജില്ലയിൽ ചേർപ്പ് റേഞ്ചിലെ കഴിഞ്ഞ 2.5 മാസമായി വ്യവസായ പ്രതിസന്ധി മൂലം അടച്ചിട്ടിരുന്ന 35 കള്ളുഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും ലൈസൻസി പ്രതിനിധികളുടെയും ചർച്ചകൾക്കൊടുവിൽ തീരുമാനമായി. അതുപ്രകാരം ഡിപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് വ്യവസ്ഥയിൽ സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് എത്രയും വേഗം കള്ളുഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കും. യൂണിയനുകൾക്ക് വേണ്ടി CK വിജയൻ, NG ജയരാജൻ, KM ജയദേവൻ, TK മാധവൻ, VA സത്യൻ, KV ദാമോദരൻ, KK പ്രകാശൻ, PD ഷാജു, NR രാമചന്ദ്രൻ, MB സുധീഷ്, MR വിജിൻദാസ്, MM മിഥുൻ, ലൈസൻസികൾക്ക് വേണ്ടി സലീഷ് കല്ലട, ദേവദാസ് പൊയ്യാറ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞാണി പുത്തൻകുളത്തിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം.
വിവിധ സംഘടനകൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.